നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മോഹൻലാലിൻ്റെ റീ റിലീസ് ചിത്രമായ ചോട്ടാ മുംബൈനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 99 രൂപ ഓഫറിൽ കണ്ടപ്പോൾ പ്രിൻസ് ദിലീപിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ ഞങ്ങൾ അപ്പം തന്നെ അവിടെ തന്നെ ഫോറം മോളിലായിരുന്നു, ഞങ്ങൾ PVR ഫോറം മോൾ കൊച്ചിയിൽ. അപ്പോൾ ഞങ്ങളന്ന് നോക്കിയാൽ PXL ഓഫർ ഉണ്ടായിരുന്നു ചോട്ടാ മുംബൈക്ക്. അപ്പോൾ ഞങ്ങൾ PXL പടം ബുക്ക് ചെയ്തു. പിന്നെ ഈ സിനിമ പഴയ സിനിമയാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം, അൻവർ റഷീദ് ഡയറക്റ്റ് ചെയ്ത. അപ്പോൾ ഇത് 4K അറ്റ്മോസിലേക്ക് റീമാസ്റ്റർ ചെയ്തു. ഞാൻ ആക്ച്വലി പടം അവിടെ വെച്ച് കാണാൻ ഉദ്ദേശിച്ചില്ല, വേറെ ദിവസം കാണാമെന്ന് വെച്ചാൽ, പക്ഷേ എൻ്റെ കൂടെ വന്ന സുഹൃത്ത് സമ്മതിക്കാത്തതുകൊണ്ട് അത് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അവനോട് താങ്ക്സ് പറയണം. കാരണം ഞാനതിന് മുമ്പ് കണ്ട സിനിമ എനിക്കൊരു ഹരാസ്മെൻ്റ് ആയിട്ടാണ് തോന്നി കണ്ടപ്പോൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് മെൻ്റൽ ഹറാസ്മെൻ്റാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് കിട്ടി. അതൊരു പഴയ സിനിമ കണ്ടപ്പോഴാണ് ഒരു പുതിയ സിനിമ കണ്ടതിൻ്റെ ബോറടി ആക്ച്വലി മാറിയെന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ഒന്നുമല്ല. അതൊരു ഇതാണ്. കാരണം അവനത് പറഞ്ഞില്ലായിരുന്നു, ഞാൻ ബുക്ക് ചെയ്യില്ലായിരുന്നു. ഞാൻ ആ മറ്റു സിനിമ കണ്ടതിൻ്റെ ഒരു ഇതിൽ ഞാൻ വീട്ടിലോട്ട് വന്നതിൻ്റെ അങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മൾ മൂഡ് പോകും. ചോട്ടാ മുംബൈ പടത്തെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവരും കണ്ട പടമാണ്, പണ്ട് നമ്മൾ കണ്ടാണ്. ഞാൻ പണ്ട് 2-3 തവണ അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് ചോട്ടാ മുംബൈ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. കോമഡിയൊക്കെ വർക്കാവും. ക്ലൈമാക്സ് കുറച്ച് ഈസിലി തീർന്നു പോയി എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമാണ് ഞാൻ അന്ന് കണ്ടപ്പോഴും തോന്നി, ഇപ്പോഴും കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി ക്ലൈമാക്സിന് ഇമ്പാക്റ്റ് കൊടുക്കുകയാണെന്ന് കലാമണിയുടെ ക്യാരക്ടറെന്ന് എനിക്ക് തോന്നി. പക്ഷേ പടം ഭയങ്കര ചില്ല് പടമാണ്, നല്ല കോമഡിയാണ്, എല്ലാവരും രസമാണ്, എല്ലാവരും അടിപൊളിയാണ്. കലാമണിക്കിടയിലും വില്ലനാണ് സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ മോഹൻലാലാണെങ്കിലും എല്ലാം സൂപ്പർബാണ്. പാട്ടും ഒക്കെ അടിച്ചുപൊളി പടമാണ്. അതുകൊണ്ടാണ് ഈ പടം ഒരു ശരിക്കും പറഞ്ഞൊരു ഫെസ്റ്റീവ് പടമായതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഫെസ്റ്റീവ് പടങ്ങൾ വരാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പടങ്ങൾ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ ശരിക്കും എൻജോയ്, സത്യം പറഞ്ഞാൽ. ഞാൻ ഈവൻ PXL ആയിരുന്നു ഞങ്ങൾ കണ്ടിട്ട്, ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. ഫസ്റ്റ് ഡേ പോലും ഉണ്ട്. എന്നിട്ട് പോലും PXL വാസന്ത ഫ്ലാട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് സർപ്രൈസിങ്. കാരണം PXL ഞാൻ അങ്ങനെ ആൾക്കാർ സെലിബ്രിറ്റി ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും സമാധാനത്തോടെ സിനിമ കാണുന്നു. അത് കയ്യടിയൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ഡേ പോകുമ്പോൾ, അല്ലാണ്ട് ആരും ഇങ്ങനെ കയറി കളിക്കില്ല. PXL ഫ്രണ്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഡാൻസ് കളിക്കാനൊക്കെ. അപ്പോൾ പക്ഷേ ഒരു ഓളത്തിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന പദമാണ് ചോട്ടാ മുംബൈ. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ആ ഒരു ഓളത്തിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റിയെന്നുള്ളത് ഞാൻ ഹാപ്പിയാണ്. പിന്നെ റീമാസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, എനിക്ക് പേഴ്സണലി ഈ റീമാസ്റ്റർ ഭയങ്കര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. പല സ്ഥലത്തും ഇതിന് ഭയങ്കര സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ഷാർപ്പൊന്നും അല്ലായിരുന്നു പ്രിൻറ്റ്. അത് ഷാർപ്പ് ഒരു സ്ഥലത്തും ഷാർപ്പല്ലെന്നല്ല, പല സ്ഥലത്തും നമുക്ക് ആക്ച്വലി ഡീറ്റെയിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ ഒരുപാട് ഫോക്കസ് ഇഷ്യൂസ് ഒബ്വിയസ്ലി അത് ഫിലിമിൽ ഷൂട്ട് ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന ഫോക്കസ് ഇഷ്യൂ ആയിരിക്കും. ഇപ്പം നമ്മൾ ഡിജിറ്റലി ഇത് ചെയ്തിട്ട് അത് ബ്ലോ അപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഒരു ഇൻഹെറൻറ്റ് സോഫ്റ്റ്നെസ് ഈ പ്രിൻറ്റിനുണ്ട്. ഭയങ്കര ഈയിടെ കുറേ ഇറങ്ങിയ പല റീമാസ്റ്ററുകളായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഷാർപ്പൊന്നുമല്ലേ സിനിമ. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ ഭയങ്കര നോട്ടീസബിളാണ്. പിന്നെ സൗണ്ട് ആണെങ്കിലും അതെ, ഭയങ്കര ലൗഡായിരുന്നു സൗണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുറേയൊക്കെ രസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും ഭയങ്കരമായിട്ട് ലൗഡാവുന്നതായിട്ട് പല സ്ഥലത്തും സിനിമ ഭയങ്കര ലൗഡായിരുന്നു. ഒരു കറക്റ്റ് കുറച്ചും കൂടി ഒരു താഴ്ന്ന് കുറച്ചും കൂടി ശബ്ദം കുറവ് വേണമെന്നായിരുന്നു എനിക്ക് തോന്നിയത്. ഒബ്വിയസ്ലി PVR ഒരു സിനിമയ്ക്കായിട്ട് സൗണ്ട് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാറില്ല. അവർ വരുന്ന പ്രിൻ്റ് എന്തെങ്കിലും പ്ലേ ചെയ്യുന്ന അങ്ങനെ പ്ലേ ചെയ്യുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ DCPയുടെ ഡിഫറൻസ് ആണത്. എന്തായാലും പക്ഷേ ഭയങ്കര എൻജോയ് ഉള്ള സിനിമ. സത്യം പറഞ്ഞാൽ ഈ പടം കണ്ട പല മൂഡ് സത്യം പറഞ്ഞാൽ പ്യുവർലി ശരിയായി. ഞങ്ങൾ ആക്ച്വലി എല്ലാം കഴിഞ്ഞ് എഴുത്തും കഴിഞ്ഞ് എല്ലാ പാട്ടും അവസാനം എഴുതുന്ന സമയത്തുള്ള പാട്ടും കേട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇതുപോലത്തെ ഫസ്റ്റ് മൂവീസ് റീ റിലീസുകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏത് സിനിമയും എനിക്ക് കാണാനായ സിനിമ റീ റിലീസ് ചെയ്താൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഞാൻ. പക്ഷേ ആൾക്കാർ ഇതുപോലെ ഇടിച്ച് കയറണമെങ്കിൽ ഒരു ഫെസ്റ്റീവ് മൂവിലുള്ള പടങ്ങൾ ഇറങ്ങിയാലേ ആൾക്കാർ ഇടിച്ച് കയറുള്ളൂ. അതാണ് സത്യം. ഇത് പടത്തിൻ്റെ ക്വാളിറ്റി വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പടത്തിൽ എല്ലാവരും സിനിമ കാണാൻ റീ റിലീസ് എന്ന് വെച്ചാൽ കാണാൻ പോകുന്നത് എന്തിനാണ്? ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഓളം ഉണ്ടാക്കാനുള്ള സിനിമകൾ വന്നാലേ തിയേറ്ററിൽ വർക്കാകാൻ വേണ്ടി റീ റിലീസ് ചെയ്യുന്നെങ്കിൽ, അല്ല റീമാസ്റ്റർ ചെയ്യുന്നെങ്കിൽ വർക്കാവുള്ളൂ. പക്ഷേ അല്ലാതെ റീമാസ്റ്റർ ചെയ്യാട്ടോ, നല്ല പ്രിൻ്റ് ഓൺലൈൻ കൊടുക്കാം, തിയേറ്ററിൽ വർക്കാം ഒരാഴ്ചത്തേക്കൊക്കെ. പക്ഷേ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് മൂവി കിട്ടുന്നൊരു ഈവന്തോ ഇറങ്ങാൻ പോകുന്ന ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്ന പണ്ടിൽ കൾട്ട് മൂവീസ് ആണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ ഒരു ക്രൗഡ് റിസപ്ഷൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത്, അൺലെസ് അതൊരു സെലിബ്രേറ്ററി മോഡുള്ള സിനിമ അല്ലെങ്കിൽ. സോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ, അമൽ നീരദിൻ്റെ ഒരുമാതിരിപ്പെട്ട പഴയ സിനിമകളെല്ലാം 4K റീമാസ്റ്റർ ചെയ്ത് അറ്റ്മോസ് മിക്സ് ചെയ്ത് ഇറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അന്നേ അത് ഗംഭീരമായിരുന്നു കാണാൻ. അപ്പോൾ അതൊരു ടോപ്പ് ക്വാളിറ്റിയിൽ കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ബിഗ് ബി ആണെങ്കിലും സാഗർ SJK ആണെങ്കിലും ഈവൻ അൻവർ ഈ അടുത്തായിട്ട് റിലീസ് ചെയ്ത്, ഈ അടുത്തായിട്ടൊരു ഫേക്ക് റീമാസ്റ്റർ റിലീസ് നടത്തിയായിരുന്നു.
AI വെച്ച് അപ്സ്കെയിൽ ചെയ്തപ്പോൾ തല്ലിപ്പൊളി പരിപാടി. അതുപോലെയല്ല, പ്രോപ്പർ 4K റീമാസ്റ്റർ ചെയ്ത് അറ്റ്മോസ് മിക്സ് പ്രോപ്പർലി ചെയ്തിട്ട് ഇറക്കുവാണെങ്കിൽ ഒന്നുകൂടി രസമായിരിക്കും. കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് അമൽ നീരദ് സിനിമകൾ എനിക്ക് പേഴ്സണലി കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി അന്നേ ഉള്ളൊരു സിനിമയായതുകൊണ്ട് അത് രസമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ആൾ കയറിയില്ലൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് കാണാനുള്ള ആഗ്രഹം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ചോട്ടാ മുംബൈ റീ റിലീസ് ശരിക്കും കണ്ടു കാണുമായിരിക്കും. കണ്ടവരെങ്ങനെയാണ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് റീമാസ്റ്ററിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം, എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ താഴത്തെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.